നമസ്കാരം. ഗൾഫ് സമ്മിറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കാലം മാറുകയാണ്. ഈ മാറ്റം പ്രവാസ ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം പ്രതിഫലിക്കുന്നത് തൊഴിൽ മേഖലയിലാണ്. തൊഴിൽ രംഗത്ത് പ്രവാസികൾ നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും എന്താണ്? ഇതാണ് ഗൾഫ് സമ്മിറ്റ് ഇന്ന് പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികളായി എത്തുന്നു മിസ്റ്റർ ഷാജി മാത്യു, മാനേജർ ഫിനാൻസ് അഡ്മിൻ ആൻഡ് HR, മൈക്രോ ഗൾഫ് LLC. Mr. Benny Varghese, Senior Manager HR, Al Nabuda Commercial Group. Mr. Sajid Kumar PK, CEO and Director, IBMC Financial Professionals Group. Mr. Naeem Badiusman, Trainer and Career Consultant, Youth India. ആദ്യം നയിമിൽ നിന്ന് തുടങ്ങാം. നയിം, ഒരു 10 വർഷം മുൻപ് വരെ ഗൾഫിലേക്ക് എത്തിയിരുന്ന മലയാളികൾ അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമായി കണ്ടിരുന്നത് നിർമ്മാണ മേഖലയിലെ തൊഴിലായിരുന്നു. ഒരുപക്ഷെ സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ വന്നിരുന്നത് നിർമ്മാണ മേഖലയിലേക്കാണ്. ആ മേഖലയിലേക്ക് പണ്ടത്തെ അത്രയും മലയാളി ഒഴുക്കും സാധ്യതയും ഗൾഫിൽ ഇപ്പോഴുണ്ടോ? എന്താണ് ഗൾഫിലെ തൊഴിൽ മേഖലയിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിന് ഉള്ളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ? ഈ ഒരു പ്രത്യേക സെക്ടറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒഴുക്ക് എന്നുള്ള വാക്കിൽ ഒരു പക്ഷേ പ്രൊഫൈൽ മാറിയിട്ടുണ്ടായിരിക്കും. എന്നുവെച്ചാൽ ഒഴുക്കുണ്ട്, പക്ഷെ ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്കിൽ സെറ്റ് ഉണ്ടല്ലോ, അപ്പോൾ കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ്, ഇപ്പോൾ എഞ്ചിനീയേഴ്സ്, ഡ്രാഫ്റ്റ്സ്മാൻ, ആ ഒരു ഏരിയയിലോട്ടാണ് വരുന്നത്. പക്ഷേ കുറച്ചുകൂടി ഉന്നത വിദ്യാഭ്യാസമുള്ളവർ കുറെ കൂടി നല്ല ജോലി ആഗ്രഹിച്ചുകൊണ്ടാണ് വരുന്നത്. അത് ആ ഒരു ട്രെൻഡ് മിക്കവാറും എല്ലാ സെക്ടറിനെയും ബാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹെൽത്ത് കെയർ സർവീസ് ആണെങ്കിലും, ഒരു പക്ഷേ റീറ്റെയിൽ ആണെങ്കിലും, ഈവൻ മീഡിയ വരെ ആണെങ്കിലും എല്ലാത്തിലും കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡും കുറച്ചുകൂടി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. അതിന് അങ്ങനെ വരാനുള്ള കാരണം നിർമ്മാണ മേഖലയിൽ നമുക്കുണ്ടായിരുന്ന സാധ്യതകൾ കുറഞ്ഞതുകൊണ്ടാണോ, അതല്ല നമ്മൾ കുറെ കൂടി ഉയർന്ന നിലവാരത്തിലെത്തി അതുകൊണ്ട് നല്ല ജോലിയിലേക്ക് വരണം എന്നുള്ളതാണ്? അത് മാത്രമല്ല, പിന്നെ ഒന്ന് ശമ്പളം ഒരു പക്ഷേ നാട്ടിൽ താരതമ്യം ചെയ്യുമ്പോൾ ആ ഒരു പ്രത്യേക ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ലോ സ്കിൽഡ് എന്നുള്ളത്, അത് നാട്ടിൽ നോക്കുമ്പോൾ ഒരു പക്ഷേ ഏതാണ്ട് അത് മാച്ച് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇവിടെ എത്രയോ അവസരങ്ങൾ വരുന്നുണ്ട്. ആ ഒരു പ്രത്യേക കുറച്ചുകൂടി ഹയർ സ്കിൽ കാറ്റഗറിയിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അത് പഠിച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഷിഫ്റ്റ് കാണുന്നത്. അവസരങ്ങൾ എപ്പോഴും ഉണ്ട്, ഒരു പക്ഷേ അവസരങ്ങൾ ഏതാണോ സെക്ടർ എന്നുള്ളത് അത് മാത്രമേ മാറിയിട്ടുള്ളൂ. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം. ഷാജി ഒരു HR അഡ്മിൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ. ഇപ്പോൾ നേരത്തെ നയിം പറഞ്ഞതുപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകളും ഒരു കാലത്ത് വന്നിരുന്നു. ഇപ്പോൾ കുറെ കൂടി സ്കിൽഡ് ആയിട്ടുള്ള മേഖലകളിലേക്ക് ആളുകൾ വരുന്നത്. അങ്ങനെ ഇന്ന തൊഴിൽ മേഖലയിലേക്ക് എന്ന് പറഞ്ഞ് പ്രത്യേകമായി ഒരു വിഭാഗത്തിലേക്ക് ആളുകൾ എത്തുന്ന പ്രവണതയാണോ ഇപ്പോഴുള്ളത്? ഇതിനുള്ള പ്രധാന കാരണം മലയാളികൾ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്നു. 10,000 രൂപ ഒരു മലയാളിക്ക് കേരളത്തിൽ ജോലി ചെയ്താൽ 15 ദിവസം കൊണ്ടുണ്ടാക്കാം. 10,000 രൂപ ശമ്പളത്തിന് ഇവിടെ വന്ന് ജോലി ചെയ്താൽ ഒരു ചെറിയ ജലദോഷം മതി 150 ദിർഹം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. ബാക്കി കിട്ടുന്ന പണം അവരെന്ത് ചെയ്യും? അവർ പ്രിഫർ ചെയ്യുന്നു നാട്ടിൽ ജോലി ചെയ്യാമെന്നുള്ളത്. അതായത് ഇതിന് ആനുപാതികമായിട്ട് ഇപ്പോൾ മുൻകാലങ്ങളിൽ വന്നിരുന്ന നിർമ്മാണ മേഖല പോലെ അല്ലെങ്കിൽ ചെറുകിട ജോലികൾക്ക് വന്നവർക്ക് വേണ്ടത്ര വരുമാനത്തിൽ വർധനം ഉണ്ടായിട്ടില്ല ഇവിടെ എന്നാണോ? ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മലയാളികൾ ഇത് ഓപ്റ്റ് ചെയ്യുന്നില്ല. ഇല്ല, മലയാളികൾ പ്രിഫർ ചെയ്യുന്നത് നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നതിനാണ്. മിസ്റ്റർ ബെന്നി വർഗീസ്, മലയാളികൾ കൂടുതലായി വന്നിരുന്ന ഒരു തൊഴിൽ മേഖല ആകെ മാറിയിരിക്കുന്നു. പക്ഷേ ഗൾഫിൽ പുതിയ പുതിയ തൊഴിൽ സാധ്യതകൾ ഇതിന് ആനുപാതികമായി ഉണ്ടാകുന്നുണ്ടോ? അത്തരം തൊഴിൽ സാധ്യതകൾ മലയാളികൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ളതാണോ? തീർച്ചയായിട്ടും എൻ്റെ പ്രിയ സുഹൃത്ത് ആദ്യം സംസാരിച്ചതുപോലെ തൊഴിൽ സാധ്യതകളുണ്ട്. അതിന് തീർച്ചയായിട്ടും വ്യത്യസ്തമായ ക്വാളിഫിക്കേഷൻസ് വേണം, അതിനുള്ള യോഗ്യതകൾ വേണം. ആ യോഗ്യതകൾ നേടാനുള്ള ഒരു അവസരം ഇപ്പോൾ കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ പെരുകിയതുപോലെ ഇവിടെയും അത്തരം മേഖലകളിലേക്ക് അവരാണോ കൂടുതൽ ഓപ്റ്റ് ചെയ്യപ്പെടുന്നത്? അതിനും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ. കാരണം ചില രാജ്യങ്ങളിൽ നിന്ന്, രാജ്യത്തിന് പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ചില രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടുള്ള തൊഴിലാളികളുടെ വിസ നിർത്തിവെച്ചിട്ടുണ്ട്. പിന്നെ എവിടെ നിന്ന് കൊണ്ടുവരും എന്നുള്ള ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും നിർമ്മാണ മേഖലയിലുള്ള കമ്പനികൾക്ക് അത് വിഷമമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. നേരെ മറിച്ച് അദ്ദേഹം പറഞ്ഞ പോലെ കഴിവുള്ള ആളുകൾക്ക്, കഴിവും പ്രാപ്തിയുള്ള ആളുകൾക്ക് ഇപ്പോഴും ഇവിടെ വേക്കൻസി ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വിസയിൽ വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടുന്നുണ്ട്. കിട്ടാതെ മടങ്ങി പോകുന്നവർ തീർച്ചയായിട്ടും അവർ ഏതെങ്കിലും മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിക്കപ്പെടാത്ത പോകുന്ന ആളുകളാണ് അങ്ങനെ പോകുന്നത് എനിക്ക് തോന്നുന്നു. ഒരു ഭാഗത്ത് ഒരു തൊഴിൽ മേഖല, തൊഴിൽ സാധ്യത പൂർണ്ണമായി അടഞ്ഞുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് അതിന് ആനുപാതികമായി പുതിയ തൊഴിൽ സാധ്യതകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. കാരണം ഏതെല്ലാം മേഖലകളിൽ എത്തിപ്പെടാം അതിനുള്ള സാധ്യതകൾ ആളുകൾക്കറിയാം. അപ്പോൾ പണ്ടുള്ള ഒരു ചിന്താഗതിയല്ല, ഇപ്പോൾ ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എങ്ങനെ ഏത് മേഖലയിലേക്ക്, പണ്ട് കുട്ടികളെ വിട്ടുകൊണ്ടിരുന്നത് ഒന്നുകിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ, ആ ഒരു ഇതെല്ലാം മാറിയിട്ട് കേരളത്തിൽ BCom അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയിക്കൊണ്ടിരിക്കും. ഞാൻ തിരിച്ചു വരാം. സജിത്ത്, ഇവിടെ മിസ്റ്റർ ബെന്നി വർഗീസ് പറഞ്ഞതുപോലെ
നമുക്ക് എല്ലാ വിവരങ്ങളും കൈവിരലിൽ എത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ട്. ഗൾഫിൽ പുതിയ പുതിയ തൊഴിൽ സാധ്യതകൾ രൂപപ്പെടുന്നുണ്ട്. ഈ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് നാട്ടിലുള്ളവർക്ക് വിവരം ലഭിക്കാനും അവർക്ക് ഈ സാധ്യതകളിലേക്ക് വന്നെത്താനും വേണ്ടിയുള്ള സംവിധാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരുക്കി കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഒരു പരിധിവരെ കിട്ടുന്നില്ല എന്ന് തന്നെ പറയാൻ പറ്റും. അതിന് പ്രത്യേകത ആയിട്ട് പറയാനുള്ള ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ബ്ലൂ കോളർ ജോബിന് വേണ്ടിയിട്ട് വരുന്ന നേരത്തെ 10 വർഷം മുന്നേ ആർക്ക് വേണമെങ്കിലും വരായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അതിന് തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു ചിട്ടപ്രകാരം ഒരു നിയമമുണ്ട്. ആ നിയമത്തിൽ വേണം സ്കിൽഡ് പ്രൊഫഷണൽസിനെയാണ് ഇവിടെ ഇപ്പോൾ ആവശ്യം. നേരത്തെ നമ്മൾ ലേബേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി ഇല്ല, സ്കിൽഡ് പ്രൊഫഷണൽസാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഏത് രീതിയിൽ വന്നിട്ടുള്ളത്, ഇപ്പോൾ വെൽഡറായിട്ട് വന്ന ആളെ ഫിറ്ററായിട്ട് വന്ന ആളെ വെൽഡർ എന്നുള്ള രീതിയിലും പല മേഖലകളിലേക്ക് എടുത്തുകൊണ്ടിരുന്നിരുന്നു. ഇന്ന് ആ സിസ്റ്റം അങ്ങനെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നേരത്തെ കൺസ്ട്രക്ഷൻ മേഖലയിൽ നോക്കുകയാണെങ്കിൽ ചൈനയിൽ നിന്നുള്ള ആ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഇങ്ങോട്ട് വന്നിട്ട് 2 മാസം കൊണ്ട് ഒരു ബിൽഡിംഗ് പണിയാൻ പറ്റുമോ എന്നുള്ളത് വരെ അത് കംപ്ലീറ്റ് മെഷീനറി മെക്കാനിക്കാണ്. അങ്ങനെയുള്ള സംവിധാനം വരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് നോർക്കയൊക്കെ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒരു അവയർനെസ് കേരളത്തിൽ ഉടനീളം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു അത്യാവശ്യമാണ്. അതായത് ഈ സ്കില്ലിന്റെ റിസോഴ്സും ഫലപ്രദമായി ടാപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനവും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇനിഷ്യേറ്റീവും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. വന്നിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. 2 മാസം മുന്നേ ഞാൻ കൊല്ലത്ത് ഉണ്ടായിരുന്നു. ഒരു പ്രൈവറ്റ് ITIക്ക് വേണ്ടി ഒരു പ്രൊജക്റ്റ് ചെയ്തതാണ്. ആ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 പേർക്ക് അവിടെ സ്കോളർഷിപ്പ് എല്ലാ വർഷവും, 25 പേർക്ക് ഗൾഫിൽ ജോലി സാധ്യത. ഈ ഒരു പ്രൊജക്റ്റായിരുന്നു അന്ന് ഞാൻ ചെയ്തത്. അന്ന് ചീഫ് മിനിസ്റ്ററാണത് ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അവർ ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ITIകൾ അവിടെ അഡ്മിഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് റിജക്റ്റായ ആ കുട്ടികൾ ഈ പ്രൈവറ്റ് ITIയിൽ വന്നിട്ട് ചേരുന്ന ഒരു സംവിധാനം, അത് മുഴുവനും ആൾക്കാരെ കിട്ടാറില്ല. പക്ഷേ ഇത്തവണത്തെ അവിടുത്തെ കൊല്ലത്തെ ആ പ്രൈവറ്റ് ITIയിൽ ഗവൺമെൻറ് ITIയിൽ ആ സ്റ്റുഡൻസ് ഫില്ലാവുന്നതിന് മുന്നേ തന്നെ അവിടെ ഫുള്ളായി എന്നുള്ളതാണ്. അവിടുത്തെ കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ആ ഇൻഫർമേഷൻ, അതായത് ഇവിടെയുള്ള ഒരുപാട് എൻജിനീയേഴ്സ് ആണ് ആ ഒരു ITIക്ക് ഒരു എന്താ പറയുക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള പ്രവാസികളുണ്ട്, അവർക്കറിയാം ഇവിടുത്തെ എന്താണ് ആവശ്യകത. ഈവൻ സ്കിൽഡ് പ്രൊഫഷണൽസിൻ്റെ ആവശ്യകത. ഇപ്പോൾ 2020 വരികയാണ്, എക്സ്പോ 2020 വരികയാണ്. അതായത് 2 ലക്ഷത്തിൽ പരം ജോലി സാധ്യതകൾ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ജോലി സാധ്യതകളെ മുൻനിർത്തി തന്നെ ഗവൺമെൻറ് തീർച്ചയായിട്ടും ഈ ഒരു അവയർനെസ് പ്രോഗ്രാം ആദ്യം തന്നെ കേരളത്തിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന ആൾക്കാരെങ്കിലും വെറുതെ വന്നിട്ട് ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന, ഇപ്പോൾ നേരത്തെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ആ തിരിച്ചു പോകുന്ന ആ ഒരു പ്രശ്നം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ. ഈ പ്രവാസി സംഘടനകളൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇത്തരം വിഷയങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? 2 കമ്പാരിസൺസ് ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, മറ്റുള്ള കോൺസുലേറ്റുകൾ അവരെ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇന്ത്യൻ കോൺസുലേറ്റ്, നമ്മൾ എത്ര ആളുകൾ ഇവിടെ ഉണ്ട്, ആ ഒരു കോൺസുലേറ്റിൻ്റെ നമ്പർ നോക്കുമ്പോൾ ആ കോൺസുലേറ്റ് ഇതുപോലുള്ള അപ്പാരറ്റസ് മെക്കാനിസം ഒന്നും സഹായിക്കാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറയുന്നതും ഐ തിങ്ക് നമ്മൾ കുറച്ച് അധികമാണ്. തൊഴിലിൻ്റെ ഈ കാര്യത്തിൽ ഒരു പക്ഷേ കൾച്ചറൽ സംഘടനകൾ, ഇതുപോലത്തെ സംഘടന, ദേ കൻ പ്ലേ എ മോർ പ്രൊആക്റ്റീവ് റോൾ. നമ്മളൊരു പക്ഷേ ഇതൊരു വലിയൊരു വിഷയമാണ് ഈ തൊഴിലിൻ്റെ ഈ പ്രശ്നം. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിനെ കാത്തു നിന്നാൽ നമ്മളെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇറ്റ് വിൽ നോട്ട് ബി സോൾവ്. ഇപ്പോൾ പറഞ്ഞു സ്കിൽഡ് പ്രൊഫഷണൽസ് മാത്രമേ ഇവിടെ ചൂസ് ചെയ്യപ്പെടുന്നു എന്ന് പറയണ്ട. എനിക്ക് പരിപൂർണമായിട്ട് അതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ ഗൾഫ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ സ്കിൽഡ് പ്രൊഫഷണൽ ആയാൽ പോലും കംപ്ലീറ്റ് സാലറിയുടെ കാര്യത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നു. ഞാൻ ആ വേർഡ് പ്രത്യേകം ഉപയോഗിക്കുകയാണ്. ചൂഷണം ചെയ്യപ്പെടുന്നു, സാലറിയുടെ കാര്യത്തിൽ വളരെ നെഗോഷിയേഷൻ ചെയ്യപ്പെടുന്നു എന്ന് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് അതിനോട് വിലയിരുത്താൻ പറ്റും. ഷാജി, അതിനകത്ത് പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു തൊഴിൽ അന്വേഷകനായിട്ട് ഒരാൾ വരുമ്പോൾ അയാൾ പല സ്ഥാപനങ്ങളെ സമീപിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ സുഹൃത്ത് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഈ എക്സ്പീരിയൻസ് ഇല്ലാതിരിക്കുന്നതിൻ്റെ പേരിൽ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വലിയ വിഭാഗം ഗൾഫിലുണ്ട്. അതെന്തുകൊണ്ടാണ്? അത്തരം സന്ദർഭങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടലൊക്കെ ആവശ്യമല്ലേ? സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. സർക്കാരിൻ്റെ കീഴിലുള്ള ഏത് കൺസൾട്ടൻസി സർവീസ് എടുത്ത് നോക്കിയാലും അവയുടെ എല്ലാം പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്. ആരും തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു വർക്കും ഇവിടെ സർക്കാർ ഏജൻസികളെ റിക്രൂട്ട്മെന്റിന് വേണ്ടി ഏജൻസികളെ ഏൽപ്പിക്കുമ്പോൾ അവിടെയും സാധാരണക്കാരായ തൊഴിലാളികളെ സംബന്ധിച്ച് അവർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ? സർക്കാർ മുഖേന വരുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസികൾ തൊഴിലാളികൾ അവിടെ ചൂഷണം ചെയ്യപ്പെടുന്നില്ല. പക്ഷേ സർക്കാർ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ കുറച്ചും കൂടി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടതാണ്.
ഉദാഹരണത്തിന് ഒഡെപെക് എന്ന് പറയുന്ന ആ സ്ഥാപനം 1977 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതുവരെ അവർ റിക്രൂട്ട് ചെയ്തിട്ടുള്ള എംപ്ലോയീസിൻ്റെ എണ്ണം വെറും 6000 എംപ്ലോയീസ് ആണ്. ആവറേജ് എടുത്ത് നോക്കിയാൽ 34 വർഷത്തിൽ 150 എംപ്ലോയീസിനെയാണ് ഇതുവരെ ഒരു ആവറേജ് പെർ ഇയർ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് മതിയോ? കേരള സർക്കാർ ഇത്രയും ചെയ്താൽ മതി. നമ്മുടെ ഗവൺമെന്റിന് വരുന്ന റവന്യൂവിലെ ഒരു വലിയ ശതമാനം പ്രവാസികളുടെ അടുത്തു നിന്നാണ്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി കൂടി നോക്കണം. അങ്ങനെ അത്രയും വരുമാനം വരുന്ന ഒരു മേഖലയിലേക്ക് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനകത്ത് ഞാനും യോജിക്കുന്നുണ്ട്. എന്താ കാര്യം വെച്ചാൽ നമ്മുടെ വളർച്ചാ നിരക്കിൻ്റെ 1% വരുന്നത് ശരിക്കും NRIസിൻ്റെ റെമിറ്റൻസോട് കൂടി തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയേണ്ടത്, ഇപ്പോൾ കേരള സ്റ്റേറ്റിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാക്ഷരതയുടെ കാര്യത്തിലും മുന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ സ്റ്റേറ്റാണ് കേരളം, അതായത് പ്രവാസികൾക്ക് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നോർക്ക എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ വളരെ പ്രശംസനീയമാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 1-2 കാര്യങ്ങൾ ഗവൺമെൻറ് ഇടപെടണം എന്ന് പറയുന്നതിൻ്റെ കാരണം, ഇപ്പോൾ നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചു സ്കിൽഡ് പ്രൊഫഷണൽസ് എന്താണെന്നുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ നേരെ ദുബായിലേക്ക് ഒന്ന് ഇവിടെ ജോലി ഉണ്ടോ എന്ന് നോക്കുന്നൊരു സിറ്റുവേഷനാണ്. അത് എന്തിനു വേണ്ടിയിട്ട്, ഏതിനു വേണ്ടിയിട്ട് എന്നുള്ളത്. ദുബായിലേക്ക് വന്ന് ജോലി ഉണ്ടോ എന്ന് നോക്കിയെന്ന് പറഞ്ഞു. ദുബായിൽ എന്താണ് ജോലി ഉള്ളത്, അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ എന്താണ് ജോലി ഉള്ളത് എന്നുള്ള ഒരു ഗൈഡൻസ് നമ്മുടെ നാട്ടിൽ ആരും കൊടുക്കുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഓയിൽ ആൻഡ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് വേക്കൻസി. ഏത് കാലത്തും ഇപ്പോൾ 2020 പറഞ്ഞു, ഏത് കാലഘട്ടത്തിലും വരുന്നതാണ് ഓയിൽ ആൻഡ് ഇൻഡസ്ട്രി. നമ്മുടെ നാട്ടിൽ എത്ര സ്ഥാപനമുണ്ട്? ഞാൻ എൻ്റെ മകനെ ഓയിൽ ഇൻഡസ്ട്രിയിൽ അയക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലൊരു സ്ഥാപനം തപ്പി നോക്കിയിട്ട് കിട്ടിയില്ല. അതേ സമയത്ത് എൻ്റെ ഇതിലുള്ളത് കംപ്ലീറ്റ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണ്. തമിഴ്നാട്ടിൽ അത്ര സ്ഥാപനങ്ങളൊക്കെ ഞാനും ഇതേപോലെ HR ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആയതുകൊണ്ട് ഇപ്പം ഞാനും ജസ്റ്റ് ഒന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും അവർക്കൊക്കെ അതിനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെ നാട്ടിലൊരു ചാൻസ് ഇല്ല. അത് ഗവൺമെൻറ് ആവട്ടെ അല്ലെങ്കിൽ മാധ്യമങ്ങളാവട്ടെ, ആ കാര്യത്തിൽ അതായത് ഇപ്പോൾ ഇതിനിടക്കുണ്ടായിരുന്നു എല്ലാവരും നഴ്സിങ്ങിന് പോവുക, അല്ലെങ്കിൽ എല്ലാവരും IT-ക്ക് പോവുക. ആ ട്രെൻഡിലാണ്ട് അയക്കണം എന്നല്ലാതെ ഒരു ഭാവി എന്ത് വരുന്നുണ്ട് എന്നുള്ള ഒരു ഗൈഡൻസ് ഈ ഗവൺമെന്റ് ആവട്ടെ അല്ലെങ്കിൽ മിസ്റ്റർ ബെന്നി വർഗീസ്, ഇതിനകത്ത് ഗൾഫിൽ മലയാളികൾ ഇനിയും ശ്രദ്ധ പതിപ്പിക്കാത്ത അല്ലെങ്കിൽ ഇനിയും ഉണ്ടോ എന്ന് അന്വേഷിക്കാത്ത തൊഴിൽ മേഖലകൾ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. കാരണം ഞാൻ തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുക. കാരണം ഇവിടെ നമുക്കറിയാം ഗൾഫിലുള്ള മലയാളികളുടെ സാന്ദ്രത നമുക്കറിയാം. ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് പണ്ടത്തെ മാതിരിയല്ല. പണ്ട് നമുക്കറിയാം, നമ്മൾ വർഷത്തിൽ നാട്ടിൽ പോയിക്കൊണ്ടുവന്ന് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 വർഷത്തെ ഒരിക്കൽ. ഇപ്പോൾ നമ്മൾ മലയാളികൾ മിക്കവരും 2-3 പ്രാവശ്യം നാട്ടിൽ പോകുന്നവരാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം, ഇൻക്ലൂഡിങ് തൊഴിൽ സാധ്യതകൾ എല്ലാവർക്കും അറിയാം. ഏത് മേഖലയിലാണ് കൂടുതൽ ശമ്പളം കിട്ടുക. ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ഇവിടെ വിസിറ്റ് വിസയിൽ വരുന്ന ഒരാൾ ഇൻ്റർവ്യൂവിന് എൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ അയാൾക്കറിയാം ആ ജോലിക്ക് എന്ത് ശമ്പളം ആവറേജ് കിട്ടും എന്നുള്ളത്. പക്ഷേ കഴിവനുസരിച്ചിട്ടാണ് അയാൾ ഉയർന്നു വരാനുള്ള സാധ്യതകളും ഇവിടെ കൂടുതലാണ്. ഞാനിവിടെ ഒരു വിസിറ്റ് വന്നൊരു വിദ്യാർത്ഥിയാണ്. ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റാണ്. ഒരു 3 മന്ത് വിസിറ്റ് ആയിരുന്നു. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ HR സെക്ഷൻസ്, നിങ്ങളെ കമ്പനീസ് പലരുടെയും HR സെക്ഷൻസ് ഫോർമുലേറ്റ് ചെയ്യുന്ന പോളിസി ശരിക്കും ഒരു ക്വാളിറ്റി മെഷർമെൻറ്റ് നടത്തിയിട്ടാണോ ഒരു സ്റ്റുഡൻറ്റിനെ അല്ല ഒരു പ്രൊഫഷനെ നിങ്ങൾ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റെക്കമെൻഡേഷൻ മറ്റുള്ള പല വഴിയാണോ നിങ്ങൾ ഒരു സ്റ്റുഡൻസിനെ അംഗീകരിക്കുന്നത്? എനിക്കറിയില്ല. തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിയെ ഒരു പോസ്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മെഷർമെൻറ്റ്സ് ശരിക്കും നടക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും ഞാൻ ആധികാരികമായിട്ട് പറയാം. ഇപ്പോൾ എനിക്ക് ഇൻ ജനറൽ ആണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ പറ്റി പറയാനുള്ള അവകാശമില്ല, അതുകൊണ്ട് ഞാൻ പറയാം. പക്ഷേ ഏത് ട്രേഡ് ആണെങ്കിലും, ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽ മെക്കാനിക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെൽഡർ ആണെങ്കിൽ, ആ സ്കില്ല് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടാനുള്ള ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടെക്നിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അതിന് മാർക്കിടാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിൽ യോഗ്യത തെളിയിച്ചാൽ മാത്രമേ ആ ആൾക്ക് ആ ജോലി ലഭിക്കുന്നുള്ളൂ. ആ ജോലിയിൽ പ്രാഗൽഭ്യം ഉണ്ടെന്നുള്ള ആൾക്ക് തീർച്ചയായിട്ടും ഉയർന്ന സാലറിയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സജിത് കുമാർ, ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പണ്ടത്തെ പോലെ നിർമ്മാണ മേഖലയിലേക്കോ അതല്ലെങ്കിൽ ചെറുകിട ജോലികൾക്കല്ല, അധ്യാപനം, ആതുര സേവനം തുടങ്ങിയിട്ടുള്ള നല്ല രംഗങ്ങളിലേക്കാണ് അവർ വരുന്നത്. പക്ഷേ അതേസമയം അദ്ദേഹം ചോദിച്ചതുപോലെ തന്നെ ഇവരുടെ ക്വാളിറ്റി, ഇവരുടെ പ്രൊഫഷണൽ സ്കില്ലും ക്വാളിറ്റിയും താഴോട്ട് പോവുകയാണ് എന്നുള്ളൊരു ആക്ഷേപവും ശക്തമായിട്ടുണ്ട്. കേരളൈറ്റ്സിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടി ടാലൻറ്റഡ് ആണ്, മൾട്ടി സ്കിൽഡ് ആണ്.
അതുകൊണ്ടാണ് നമ്മൾ ആ റിസഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ അല്ലെങ്കിൽ NRIs ആ ഒരു രീതിയിലേക്ക് ഉയർന്നു വരാൻ പറ്റിയത്. ഈ ഒരു കാര്യത്തിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു കപ്പാസിറ്റി താഴ്ന്നു വരുന്നത് ഒന്നുമില്ല ടീച്ചിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ അക്കാഡമികളോ അല്ലാന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികളോ ആ ഒരു എക്സ്പോഷർ വളരെ കുറവാണ്. അപ്പം അവർ അവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചു വരുന്നത് അതങ്ങനെ തന്നെ കൊടുക്കാനുള്ള ഒരു സന്ദർഭം ഇവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നെ IT പ്രൊഫഷണൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ IT അവിടെ കഴിഞ്ഞ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ ഇവർക്ക് വേണ്ടത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്സ് അല്ല, ഇവർക്ക് സോഫ്റ്റ്വെയർ അറിയാവുന്ന ഒരു മാർക്കറ്റിംഗ് ഒരാളെയാണ് വേണ്ടത്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമില്ല. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ട എന്താ, നമ്മൾ ഇന്ത്യ പോലെയുള്ള ബാക്കി എല്ലാ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഒരുപാട് കമ്പനികളുണ്ട്, അവർ ഔട്ട്സോഴ്സ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ അതിൻ്റെ ഒരു അവയർനെസ്, ഒരു സെൽഫ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. സാർ, എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഞാൻ ബഹുമാനപ്പെട്ട ബെന്നി സാർ പറഞ്ഞ പോലെ റെഫറൻസിന് ഒരു പ്രാധാന്യമില്ല എന്നാണ് സാർ പറയുന്നത്. ബട്ട് റെഫറൻസിന് ഒരു വലിയ പ്രാധാന്യമാണ് ഈ GCCയിൽ ഒരു ജോലി തേടി വിസിറ്റിന് വരുന്ന ഒരു പ്രൊഫഷണലിലൂടെ കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ആക്ച്വലി ആരാണ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്കില്ലിനേക്കാൾ അപ്പുറം നിൽക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും സ്കില്ലിനേക്കാൾ ഒരു ഇത്ര ശതമാനം. സാർ, ഞാനൊന്ന് ഇത് ചെയ്തോട്ടെ. ഒരു ഇത്ര ശതമാനം വരെ, അതായത് റെഫറൻസിന് വലിയൊരു അഡീഷണൽ മാർക്കാണ്. അവരുടെ ആരെങ്കിലും ബന്ധക്കാരോ തന്നെ റെഫർ ചെയ്യാൻ അത്ര പോസ്റ്റിലിരിക്കുന്ന ഒരു പുള്ളി അവിടെ ഉണ്ട് എങ്കിൽ സിമ്പിളായിട്ടും പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ അവിടെ നോക്കുന്നില്ല, അല്ലെങ്കിൽ പുള്ളിക്ക് എന്ത് ടാലന്റ് ഉണ്ടെന്ന് അവിടെ നോക്കുന്നില്ല, അവനവിടെ ജോലി ഉറപ്പാണ്, അല്ലെങ്കിൽ അവൾക്ക് അവിടെ ജോലി ഉറപ്പാണ്. അതായത് ശരിക്കും അർഹതയുള്ള ഒരാൾക്ക് അവിടെ അവസരം നഷ്ടപ്പെടും. അവിടെ ഒരു ടാലന്റ് ഉള്ള ഒരു പുള്ളിക്ക് അവിടെ അവസരം നഷ്ടപ്പെടുന്നു. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ജോലി തേടി വരുന്ന പലരും നല്ലൊരു ഞാൻ ഒരു PG ആണ്, ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, MBA കഴിഞ്ഞതാണ്. എൻ്റെ നിരവധി ഫ്രണ്ട്സ് ഉണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട്. എൻ്റെ നിരവധി ഫ്രണ്ട്സ് ഇവിടെ വന്ന് അവരെല്ലാം നല്ല സാലറിയിൽ ഒരു 3000 അല്ലെങ്കിൽ ഒരു 4000 5000 വരെ കിട്ടാൻ യോഗ്യതയുള്ള ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് വിസിറ്റ് തീരാറാവുമ്പോൾ ഇവർ ഈ HR ഇരിക്കുന്നവർ വിസിറ്റ് തീരാറാവുമ്പോൾ തൻ്റെ വിസ സ്റ്റാറ്റസ് അവിടെ വെക്കും. ദിസ് മന്ത് ടു ദിസ് മന്ത് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയും. വിസിറ്റ് തീരാറായിരിക്കുമ്പോൾ ഇവരെയൊക്കെ വിളിച്ചിട്ട് ജസ്റ്റ് 2000-ലും 1500 2500 വന്ന് ചാടുകയാണ്. മീൻസ് അവനിപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു 2000 വന്നതിന് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നാളെ എൻ്റെ എക്സിറ്റ് ആണ്. ഇന്ന് എനിക്ക് 2000 ഞാൻ അറിയാതെ ഞാൻ വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് ഇവിടെ വന്നതായതുകൊണ്ട് പെട്ടെന്ന് 2000 കയറി ഞാൻ ഓഫർ ലെറ്റർ സൈൻ ഇട്ടിട്ട് പോകുന്ന ഒരു പ്രവണത നിരവധി കമ്പനികൾ ഇവിടെ കാണിക്കുന്നു. മറുപടി ഉണ്ടാവില്ലല്ലോ. ചൂഷണം ചെയ്യപ്പെടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിന് തീർച്ചയായിട്ടും ഒരു ശതമാനമുണ്ട്. ഇപ്പോൾ ശരിയും തെറ്റും ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണത്. പിന്നെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഇന്ന് എത്ര എഞ്ചിനീയറിംഗ് കോളേജുണ്ട്? നമുക്കറിയാം അതിൻ്റെ നിലവാര തകർച്ചയെപ്പറ്റി. കാരണം നല്ല കോളേജുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ തീർച്ചയായിട്ടും നിലവാരം താഴ്ന്നു പോയിട്ടുണ്ട്. അവിടുന്ന് പഠിച്ചിറങ്ങുന്ന പല കുട്ടികളും നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കഴിവുകൾ മുഴുവൻ ഇല്ലാതെ പുറത്തിറങ്ങുന്ന ഒരവസ്ഥയുണ്ട്. നമ്മളില്ല എന്ന് പറയരുത്. അതുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും ഒരേ പോസ്റ്റിലോട്ടാണ് നോക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊഫഷണൽസിനെ സംബന്ധിച്ച് അതല്ലേ സാധിക്കുള്ളൂ. പ്രൊഫഷണൽസ് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. JCB ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ കൺസ്ട്രക്ഷൻ സൈറ്റിലാണെങ്കിൽ 2000 റിയാലാണ്. ഇതേ വ്യക്തി ഗോൾഫ് കോഴ്സിൽ ചെയ്യുകയാണെങ്കിൽ 8000 റിയാലാണ്. വേണ്ട, ഒരു വാൻ ഡെലിവറി സെയിൽസ്മാൻ, അയാളൊരു മീഡിയം ഹെവി അതിൻ്റെ ലൈസൻസ് ഉണ്ടായതുകൊണ്ട് അങ്ങേര് ഉപയോഗിക്കുന്ന ആ ഒരു വാഹനത്തിന് അയാൾക്ക് കിട്ടുന്ന ശമ്പളം 3000 റിയാലാണ്. ഇതേ വ്യക്തി ഓയിൽ ആൻഡ് ഗ്യാസിലുള്ള ടാങ്കർ ട്രെയിലറിലൊക്കെ ആണെങ്കിൽ ഫാമിലി സ്റ്റാറ്റ്, നമ്മൾ കാണുന്ന ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ഈ ഫോർ എക്സാമ്പിൾ നമ്മൾ വളരെ ഒറ്റയടിക്ക് സ്കിൽഡ് ഇല്ലാത്ത ആളുകൾക്ക് ഇതാണ് എല്ലാ മേഖലകൾ, പുതിയ മേഖലകൾ വരുന്നുണ്ട്. നമ്മളൊന്ന് അന്വേഷിക്കാൻ ഒന്ന് ശ്രമിച്ചാൽ നമ്മൾ ഒരു പക്ഷേ പുതിയ മേഖലകൾ കണ്ടെത്തുന്നത് മാത്രമല്ല സാലറിയിൽ വലിയ വ്യത്യാസം വരുന്നുണ്ട്. സെക്ടറുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ അവിടെ സുഹൃത്ത് പറഞ്ഞു, അതായത് ഓയിൽ ഇൻഡസ്ട്രി തന്നെ പ്രൊഫഷണൽസ് ഇല്ല കേരളത്തിൽ നിന്ന് എന്ന് പറയുന്നു. എന്തുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഇൻഫർമേഷൻ, ഇത് സർക്കാരിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അവർ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തു നിൽക്കുകയേ ചെയ്യുള്ളൂ. നമുക്ക് പ്രൈവറ്റ് സിറ്റിസൺസ് എന്ന നിലയ്ക്ക് നമുക്കൊരു ചെറിയൊരു ഇനിഷ്യേറ്റീവ് എടുക്കാവുന്നതേ ഉള്ളൂ. there are a lot of new sectors here. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്കുള്ള ഏറ്റവും പ്രധാന ഇഷ്യൂ എന്ന് വെച്ചാൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്. ഒരു ഹൈ പ്രൊഫൈൽ ജോബിലേക്ക് അവർ പോകുമ്പോൾ
ഹൈലി സ്കിൽഡ് ആയിരിക്കും, പക്ഷേ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് കിട്ടുന്നതിന്റെ 50% അപ്പോൾ തന്നെ പോയി. കാരണം വലിയ സ്കിൽ ഇല്ലെങ്കിലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ പ്രധാനമാണ്. താങ്കൾ പറഞ്ഞ പോലെ ഇന്റർവ്യൂവിന് വന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന പല ആളുകളും ഒത്തിരി നല്ല ആളുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അതുകൊണ്ടാണല്ലോ നമുക്ക് ആളുകൾക്ക് ജോലി കിട്ടുന്നത്. പക്ഷെ പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇത് ഇപ്പോൾ ഈ പറഞ്ഞത്. അവർക്ക് അവരെ സെല്ല് ചെയ്യാൻ, അവർ സ്വയം കച്ചവടച്ചരക്കാക്കാൻ കഴിയുന്നില്ല. മറ്റുള്ളവരെ മുമ്പിലിരിക്കുന്ന ആളെ ഞാൻ മിടുക്കനാണ്, ഈ ജോലി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് മുമ്പിലിരിക്കുന്ന ആളെ കൺവിൻസ് ചെയ്യാനായിട്ട് പലപ്പോഴും പറ്റുന്നില്ല. അത് ജോലിയിലേക്ക് ആളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മലയാളിയായിരിക്കും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാം. എല്ലാ കമ്പനികളിലും ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അതായത് നമ്മുടെ നാട്ടിലുള്ള ഇപ്പോഴത്തെ ആ ഒരു ചിന്താഗതിയും നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ മാതാപിതാക്കൾ ആരും കുട്ടിയെ ഒരു വെൽഡറായിട്ട് മാറ്റാനോ ഒരു പെയിൻറ്ററായിട്ട് മാറ്റാനോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു തസ്തികയിൽ വിടാൻ വേണ്ടിയിട്ട് ആരും ഇഷ്ടപ്പെടുന്ന ആ ഒരു കാലം മാറിക്കഴിഞ്ഞു. പക്ഷെ ആ പഠിച്ച് പുറത്തിറങ്ങുന്ന ഇപ്പോൾ 100 പേര് നമ്മൾ പഠിച്ചാലും 100-ൽ 100 മാർക്ക് നമുക്ക് കിട്ടാറില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് 40 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ ചിലപ്പോൾ 70 അല്ലേ. അപ്പോൾ ആ ക്വാളിറ്റി ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവസരങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഷാജി മാത്യു, ഇവിടെ ഈ നാട്ടിലെ തൊഴിൽ രംഗവുമായി ബന്ധപ്പെടുത്തി കാണുമ്പോൾ ഗൾഫിൽ തൊഴിൽ സുരക്ഷിതത്വം കുറവാണ്. ഏത് സമയത്തും എന്തും സംഭവിക്കാം. ഇപ്പോൾ നിതാഖാത്ത് വന്നപ്പോഴൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. അപ്പോൾ ഒരു അനിശ്ചിതത്വം എപ്പോഴും തൊഴിൽ മേഖലയിൽ പ്രവാസികൾക്കിടയിലുണ്ട്. ഇതിനെ മറികടക്കാൻ വേണ്ടുന്ന തരത്തിൽ അവരെ ശാക്തീകരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇടപെടലുകളോ നടപടികളൊക്കെ ഉണ്ടാകുന്നുണ്ടോ? എല്ലാ രാജ്യങ്ങളിലും അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റൂ. നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് കയറി അവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി 1 month നോട്ടീസ് തന്ന് നമ്മൾ പറഞ്ഞു വിടാം. എന്തെങ്കിലും പ്രോബ്ലം നമ്മൾ മുഖേന ഉണ്ടായിട്ടുണ്ടെങ്കിൽ 1 month നോട്ടീസ് തരാതെയും നമ്മളെ പറഞ്ഞു വിടാനുള്ള നിയമങ്ങൾ ഈ രാജ്യത്ത് പ്രാബല്യത്തിലുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് പ്രോബ്ലംസ് ഇല്ലാതെ ജോലി ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എൻ്റെ പേര് ചാക്കോ. ഞാൻ 1980 ദുബായിൽ വന്ന ആളാണ്. അന്ന് എൻ്റെ ഫസ്റ്റ് സാലറി 600 ദിറംസാണ്. ആ 600 ദിറംസിൽ 490 ദിറംസ് വേണം 1000 രൂപ കിട്ടണമെങ്കിൽ. അന്ന് ഇഷ്ടം പോലെ ആളുകൾ പല ചെറിയ ശമ്പളത്തിന് വരും. ഇന്ന് ഞാൻ 3500 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു എംപ്ലോയിനെ നാട്ടിൽ നിന്ന് കിട്ടാനില്ല. ഇന്ന് ഇവിടെ ഈ ചെറിയ ജോലിക്കാർക്കൊന്നും ഇവിടെ വരേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ ഇലക്ട്രീഷ്യൻ, ഒരു ഇലക്ട്രീഷ്യനെ ഇരിഞ്ഞാലെ കൂടെ കിട്ടാനില്ല. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, ഒരു ഇലക്ട്രീഷ്യനെ കിട്ടാനില്ല, ഒരു പെയിൻറ്റർ ഇല്ല. ഇന്ന് ആരും നാട്ടിലൊരു ജോലി ചെയ്യാനായിട്ട് സർവൻസില്ല. ദുബായിൽ വന്ന് എന്ത് ജോലിയും ചെയ്യാം. പക്ഷെ ഇന്നും ഞാനെനിക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു എംപ്ലോയിനെ റെസ്റ്റോറൻറ്റിലേക്ക് കിട്ടാനില്ല. കാണിച്ചാൽ നമ്മൾ കൊടുക്കുന്ന 1000 ദിറംസോ അല്ലെങ്കിൽ 900 ദിറംസോ കിട്ടിയാൽ പോരാ അവർക്ക്. ഇതുപോലുള്ള ജോലികൾക്കുള്ള ശമ്പളം ഇവിടത്തേക്കാൾ കമ്പാരബിൾ ആവും, അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അധികമായി. എൻ്റെ മകള് ബയോമെഡിക്കൽ ടെക്നോളജി കഴിഞ്ഞുകൂടെ വന്നു. അവൾക്ക് കിട്ടിയ ഓഫർ കിട്ടിയത് 5000 ദിറംസാണ്. അവൾ ബൈ പറഞ്ഞ നാട്ടിൽ പോയി. ഷീ ഈസ് ഗെറ്റിംഗ് മോർ ദാൻ ലാക്സ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ ആ സാലറി സ്കെയിലിന് വളരെ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ വന്ന് ജീവിക്കാനായിട്ട് 5000 രൂപയോ 6000 രൂപയോ കിട്ടാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു തിരക്കേടില്ലാത്തൊരു ജോലി, ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വരുന്ന നമ്മൾ ആ ഹൈ പ്രൊഫൈൽ വെക്കണം. 2000-കാരും ജോലി ചെയ്യുന്നുണ്ട്, സിവിൽ എഞ്ചിനീയേഴ്സ്. അബുദാബിയിൽ ആണെങ്കിൽ 28,000 ദിറംസിനും 20,000 ദിറംസിനും ഒരു 5 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു. അവർക്ക് 4000 രൂപയുള്ളൂ. അപ്പോൾ ആ സാലറി സ്കെയിലിൽ ആൾക്കാർ ജോലി ചെയ്യാനായിട്ട് ചെയ്യുന്നില്ല, അവർ തിരിച്ചു പോവാണ്. ഒന്നൊരു കാര്യം നോക്കണമെങ്കിൽ ഇവിടെ ജോലി കിട്ടിയിട്ട് ഓൺ ദ ജോബ് സ്കിൽസ്, അതായത് ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലേക്ക് മലയാളി എത്രത്തോളം ചാടുന്നുണ്ട് അല്ലെങ്കിൽ അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് വിലയിരുത്തപ്പെടേണ്ടതാണ്. കാരണം നമ്മൾ ഇപ്പോൾ യൂത്തിൻ്റെ പോലുള്ള സംഘടനകൾ നമ്മൾ അതിനുള്ള ഓൺ ദ ജോബ് സ്കിൽ ട്രെയിനിങ്ങൾ കൊടുക്കുന്നുണ്ട്. കാരണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് ചാടാൻ വേണ്ടി മലയാളി എന്തിനോ ഭയക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ചോദ്യമാണ്. ജോലിയിലെ ഉയർച്ചയും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് മലയാളി ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു തൊഴിൽ മാറ്റത്തെ പറ്റി ഒന്നും മലയാളി ആലോചിക്കുന്നില്ല. കിട്ടിയ ഒരു ഇതിൽ അതേ പൊസിഷനിൽ നിന്നുകൊണ്ട് സുരക്ഷിതമായി നിൽക്കാൻ ആഗ്രഹിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലയാളികളെ സംബന്ധിച്ച് മൾട്ടി ടാലൻറ്റഡ് ആണ്, മൾട്ടി കപ്പാസിറ്റി ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ദുബായ് ഇക്കണോമിക് കൗൺസിൽ ദുബായ് ഗവൺമെൻറ്റിന് വെച്ച ഒരു നിർദ്ദേശമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ് NRIസിന്, പ്രത്യേകിച്ച് കേരളൈറ്റ്സിനും. ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും വേറൊരു രീതിയിൽ ഒരു കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശമാണ് വച്ചിരിക്കുന്നത്. അതായത് 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തെ വിസ എന്നുള്ളത് 10 വർഷത്തെ വിസയാക്കാനും, അതുപോലെ തന്നെ ഒരു സ്പോൺസർഷിപ്പിൻ്റെ കീഴെ മാത്രമേ ജോലി ചെയ്യാവൂ എന്നുള്ളത് മൾട്ടിപ്പിൾ സ്പോൺസർഷിപ്പിൻ്റെ കീഴെ ജോലി ചെയ്യാനുള്ളതും
ഈ 8 മണിക്കൂർ എന്നുള്ളത് അത് 24 മണിക്കൂർ വേണമെങ്കിൽ 24 വിവിധ ഘട്ടങ്ങളിൽ ജോലി ചെയ്യാൻ വരെയുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ദുബായ് ഗവൺമെൻറ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നു കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഡ്രൈവറായിട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസർ പോസ്റ്റിലേക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടും, പാർട്ട് ടൈമായിട്ട് കിട്ടും എന്നുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ തക്ക വിധത്തിലുള്ള ഒരു നിയമങ്ങളാണ് ഇവിടെ മാറ്റം വരുവാനുള്ളത്. നമുക്ക് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുമ്പോഴേ തൊഴിൽ മേഖലകളിൽ പുതിയ പുതിയ സാധ്യതകൾ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ളവരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്? നാട്ടിലുള്ളവരുടെ ഭാഗത്തുനിന്ന് ഇനിഷ്യേറ്റീവ് ബേസിക്കായിട്ട് വേണ്ടിയത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഗൾഫ് പോപ്പുലേഷൻ നമുക്കറിയാം, ഒരുപാട് ആളുകളുണ്ട്. നാട്ടിലുള്ള ആൾക്കാർ ഇവിടെയുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ ഇവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് ഏത് മേഖലയിലാണെന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. ഏതൊക്കെ മേഖലയിലാണ് ഓപ്പണിങ്സ് ഉള്ളതെന്നുള്ളത് തീർച്ചയായിട്ടും ആളുകൾക്ക് അറിയാം. ഇപ്പോൾ പണ്ടത്തെ മാതിരി ഒന്നുമല്ല. കേരളത്തിൽ നിന്ന് ഈ സ്കിൽഡ് അല്ലെങ്കിൽ ആ താഴെ തട്ടിലേക്കുള്ള താഴെ തട്ട് മോശം ഉള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ തലത്തിൽ ജോലി ചെയ്യാനായിട്ട് തയ്യാറുള്ള ആളുകൾ കുറഞ്ഞു വരികയാണ്, വളരെ ചുരുക്കമാണ്. വരുന്ന ആളുകൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്, അവർക്ക് നല്ല എക്സ്പെക്റ്റേഷനോടുകൂടിയാണ് വരുന്നത്. അവർ ചെയ്യേണ്ടത് ആ വരുന്ന ജോലിയിൽ അവർ മികവുള്ള തീർത്ത് നല്ല ക്വാളിറ്റിയുള്ള ആളുകളായിട്ട് കൊണ്ട് കയറി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ കഴിയും കഴിവുള്ളവർക്ക് അവസരങ്ങളുണ്ട്. തൊഴിൽ മേഖലയിലെ പുതിയ അവസരങ്ങളെയും സാധ്യതകളെയും തിരിച്ചറിഞ്ഞ് ലക്ഷ്യബോധത്തോടെ നീങ്ങുകയാണ് പ്രവാസ ലോകത്ത് ജീവിത വിജയം നേടാൻ വേണ്ടത്. അതിലേക്ക് നമ്മുടെ യുവതലമുറ വഴി നടക്കും എന്ന് പ്രതീക്ഷിക്കാം. ഗൾഫ് സമ്മിറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.